10 കൊല്ലമായി എൻ്റെ മോൻ ഇങ്ങനെ നോക്കുന്നു, എന്നിട്ട് എവിടെയും ശരിയായിട്ടില്ല. അതെ, അത് സാരല്ല അമ്മ, എത്രയും പെട്ടെന്ന് തന്നെ കിട്ടട്ടെ. ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിൽ കരിയാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ വന്നത് അജീഷിനെ കാണാനാണ്. അജീഷിനെ പറ്റിയ നല്ലൊരു വധുവിനെ നമുക്ക് കണ്ടെത്തണം. ആൾക്ക് 39 വയസ്സാണായത്. നമുക്ക് ആദ്യം വീടൊന്ന് കാണാം, എന്നിട്ട് അജീഷിനെയോ അമ്മേനെയൊക്കെ പരിചയപ്പെടാം, കാര്യങ്ങളൊക്കെ ചോദിക്കാം കേട്ടോ. നിങ്ങൾ മാക്സിമം കൂടെ നിൽക്കണം. നല്ലൊരു വധുവിനെ തന്നെ എത്രയും പെട്ടെന്ന് നമുക്ക് കണ്ടെത്തണം കേട്ടോ. ഓക്കെ, ഈ കാണുന്നതാണ് അജീഷിൻ്റെ വീട്. ഇതാണ് വീട്. ഇതാ നല്ല തോടും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ആംബിയൻസുള്ള നല്ലൊരു സ്ഥലമാണ് കേട്ടോ. ഓക്കെ, ആ നിൽക്കുന്നതാണ് അജീഷ്. അജീഷ് നമസ്കാരം. എന്തെല്ലാം വിശേഷം? സുഖം തന്നെ. സംഭവം ഇത് കണ്ണൂർ ജില്ലയാണെങ്കിൽ ഒരു വടകരേൻ്റെ അല്ലേ, കണ്ണൂരിൻ്റെ ഒരു ബോർഡർ ആയിട്ടാണ് വരിക അല്ലേ, സ്റ്റാർട്ടിങ്ങാ. നമ്മൾ വടകരക്കാർ നമസ്കാരം എന്നല്ല എന്തെല്ലാന്നല്ല ഇല്ലമ്മേ, എന്തെല്ലാന്ന് പറഞ്ഞിട്ടാ തുടങ്ങുക. എന്തെല്ലാം വിശേഷം? എത്ര മക്കളാ നമുക്ക്? 3 മക്കള്, 2 ആണും 1 പെണ്ണും. അജീഷാണ് മൂത്ത അല്ലേ? മൂത്ത. മോളെ കല്യാണം കഴിഞ്ഞ് ഇനി ഇളയതും അജീഷും അല്ല. അച്ഛനവിടെ പോയി? അച്ഛൻ പീടിയെ പോയിന്. പണിക്ക് പോയതാ? പണിക്ക് പോയതല്ല, പീടിയെ പോയ കടയില്. ആയിക്കോട്ടെ, എന്നായിരുന്നു അജീഷ. ഇപ്പൊ എത്ര വയസ്സായ? വയസ്സ് 39. 39 അല്ലേ? എത്ര വരെയാ പഠിച്ചേ? +2 വരെ പോയി. അപ്പോൾ പിന്നെ പണിക്ക് കോണ്ടാക്ട് പണിയാണ് ചെയ്യുന്നത്. തേപ്പും എല്ലാം ഉണ്ടോ? ടൈലും എല്ലാം ആയിട്ട് ഇങ്ങനെ പോകുന്നു. ബാർപ്പില്ല. ബാക്കിയുള്ള പിന്നെ തേപ്പോ ടൈൽസോ ബാർക്കിനാ പോകുന്നത്. അല്ലാണ്ട് ഇലക്ട്രിക്കലാന്ന് അതിൽ വരൂലല്ലോ, തേപ്പും ടൈലും മാത്രം അല്ലേ? കെട്ടൂലേ? കെട്ട് അത്യാവശ്യം ചെയ്യും. ശരി. അജീഷിന് ആദ്യ വിവാഹം തന്നെയാണ് വേണ്ടത് അല്ലേ? ഡിവോഴ്സ് ആയത് നമ്മൾ നോക്കുന്നില്ല. ഇപ്പോൾ 39 വയസ്സല്ല, അത് നമുക്ക് എത്ര വയസ്സ് വരെയുള്ള നോക്കാം? ഒരു 35 വരെ പോവാം. 35 വരെയൊക്കെ നമുക്ക് പോവാം അല്ലേ? എന്തെങ്കിലും കാരണം കൊണ്ട് കല്യാണം ലേറ്റ് ആയതും വൈകിയതും ഒക്കെ നമുക്ക് സ്വീകരിക്കാം. പാവപ്പെട്ടൊന്നും കുഴപ്പമില്ല. പാവപ്പെട്ട വീട്ടിൽ കല്യാണം കഴിക്കാൻ ഇങ്ങനെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ലേറ്റ് ആയതും അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിലൊന്നും നമുക്ക് കുഴപ്പമില്ല. പക്ഷെ ആദ്യ വിവാഹമാണെന്ന് അജീഷിന് ഒരു ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ഉള്ള ഒരാളാവട്ടെ. അനിയൻ എന്നാ ചെയ്യുന്നത്? അനിയൻ ഇതേ ജോലി തന്നെയാണ്. ഇതേ പണി തന്നെയാ അല്ലേ? അത് ശരി. അപ്പോൾ അജീഷിൻ്റെ കല്യാണം എത്രയും പെട്ടെന്ന് കഴിഞ്ഞിട്ട് വേണം അനിയനെ നോക്കാനും ഒക്കെ. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നല്ലൊരു വധു വരട്ടെ. ദൂരം നമുക്ക് പ്രശ്നമുണ്ടോ? ദൂരം കുഴപ്പമില്ല. കുഴപ്പമില്ല അല്ലേ? നമ്മൾ തീയ ജാതിയാണ്, ഹിന്ദുവിൽ ഏത് ജാതിയാലും കുഴപ്പമില്ല, നമുക്ക് ഏതായാലും കുഴപ്പമില്ല. അതെ അതെ അതെ, തീർച്ചയായിട്ടും. വേറെന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? എങ്ങനെ ഉള്ളൊരു വധുവിനെ വേണ്ട? നിങ്ങളുടെ ഡിമാൻഡ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞു. സാധാരണപ്പെട്ട ഒരു വധു. അതെ അതെ, നമ്മൾ +2 ആണ് നമ്മളെ വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ, നമ്മളെ കുടുംബവും സാഹചര്യങ്ങളൊക്കെ ആയിട്ട് ഒത്തുപോകുന്ന ഒരാളല്ല അമ്മേ. അത് തന്നെ, അങ്ങനെയുള്ള ഒരാളെയാണ് നമുക്ക് വേണ്ടിയത്. അപ്പോൾ അമ്മ പണിക്ക് പോയിനോ? അമ്മ മുമ്പ് പണിക്ക് പോയതാ, ഇപ്പം കുറച്ചായി പോകാത്തല്ലേ? പണി നിങ്ങൾ വേറെ ആളെ കീഴിലാണോ അല്ല നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുന്നതാണോ? സ്വന്തമായിട്ട് ചെയ്യുന്നതാ. സ്വന്തമായിട്ട് നിങ്ങളെ കീഴിൽ പണിക്കാറുണ്ട്? എത്ര പണിക്കാർ? 2-3 ആളുണ്ട്. ഇപ്പം എത്ര സൈറ്റിലുണ്ട്? 2 സൈറ്റുണ്ട്. 2 സൈറ്റിൽ ഇപ്പോൾ പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ടൈൽസിൻ്റെതും പിന്നെ തേപ്പിൻ്റെയും പണി നിങ്ങളിങ്ങനെ കരാറെടുക്കൂല്ലേ? കരാറെടുത്തിട്ട് അതങ്ങനെ അതെ. അപ്പോൾ കരാർ അങ്ങനെയുള്ളതാണ്, സ്ഥിരം പണി കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അല്ലേ? സ്ഥിരം പണി. അതെ 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 അതെ. 10 കൊല്ലം ഇങ്ങനെ പെണ്ണ് കാണാൻ പോകുന്നു, ഒന്നും ഇതുവരെ റെഡി ആയിട്ടില്ല. വളരെ ബുദ്ധിമുട്ടാണ്. അതെ, ഇത്രയും വർഷമായിട്ട് പറ്റിയ ഒരാളല്ലേ? പറ്റിയ ഒരാളെ ഇതുവരെ കിട്ടിയിട്ടില്ല. പെണ്ണ് കിട്ടായ്മ ഇപ്പോഴാണ് എന്നൊക്കെ വെറുതെയാണ് കേട്ടോ അല്ലേ? കുറെ കാലമായിട്ട് തന്നെ ഇത് തന്നെയാണ് അവസ്ഥ. അത് തന്നെയാണ്. അതെ അതെ അതെ, ഒരുപാട് സ്ഥലങ്ങളിലെല്ലാം പോയി കാണാൻ വേണ്ടിയിട്ട് ഒന്നും ശരിയായിട്ട് ഇത്രയും കൊല്ലമായിട്ട്. ഇത് നമ്മളൊരു പരിശ്രമം കൂടിയാണ്. ഈ വീഡിയോ കാണുന്നവർ ഏത് ജില്ലയിലുങ്ങളായിക്കോട്ടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. ഇവിടെ വേറെ കാര്യങ്ങളൊന്നുമില്ല, ഉള്ളി പണിക്ക് വേണ്ടി ഡെയിലി പണിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ പിന്നെ അവിടെ പോരെയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു വിഷയമില്ല. അച്ഛനും പിന്നെ 2 ആൺകുട്ടിയും 1 പെണ്ണുമാണ് ഉള്ളത്. ഇപ്പം മോളെ വിവാഹമൊക്കെ കഴിഞ്ഞാണ്. പിന്നെ അച്ഛനിപ്പോൾ അങ്ങനെ പണിക്കും കാര്യമൊന്നുമില്ല, പ്രായമായതാണല്ലോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ വന്നൊരു സമാധാനമായിട്ട് നല്ല ഹാപ്പി ആയിട്ട് അങ്ങ് പോവുക, അങ്ങനെയുള്ളൊരു ഫാമിലിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏത് സ്ഥലത്തുള്ള ആൾക്കാരാണെങ്കിലും തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ
കൂടുതലായിട്ടൊന്നും പറയാനില്ലല്ലോ, വേറൊന്നും പറയാനില്ലല്ലോ അല്ലേ? അത്രയല്ലേ ഉള്ളൂ അജീഷ? അതെ, സ്വന്തം മോളെ പോലെ നോക്കി എടുക്കുകയെല്ലാം ചെയ്യും ഒരു കുട്ടീനെ. കണ്ടെത്തണങ്ങൾ നോക്കണം. നമുക്ക് പ്രായമായി വരികയാണ് അപ്പോൾ അച്ഛനും അമ്മക്കും പ്രായമായി വരിക. നല്ലൊരു വധുവിന് അമ്മേൻ്റെ എത്രയോ കാലമായിട്ടുള്ള ഒരു സങ്കടമാണ് അല്ലേ? അതെ. അപ്പോൾ 10 കൊല്ലമായി എൻ്റെ മോനിങ്ങനെ നോക്കുന്നു, എന്നിട്ട് എവിടെയും ശരിയായിട്ടില്ല. അതെ, അത് സാരല്ല അമ്മ, എത്രയും പെട്ടെന്ന് തന്നെ കിട്ടട്ടെ. അജീഷിൻ്റെ ഹൈറ്റ് വരുന്നത് 160 ഹൈറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, അത്രയേ നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ ഒരുപാട് വർഷമായിട്ട് പെണ്ണ് നോക്കിയിട്ട് റെഡിയാവാത്തതും കിട്ടാത്തതുമായിട്ടുള്ള പലരുടെയും വിവാഹങ്ങൾ നമുക്ക് നമ്മുടെ ഈ ചാനൽ വഴി നടത്തിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അജീഷിൻ്റെ കല്യാണം നമുക്ക് നടത്തിയെടുക്കണം. അതിന് നിങ്ങൾ ഓരോരുത്തരും എന്താ വേണ്ടതെന്ന് വെച്ചാൽ മാക്സിമം ഇത് ഷെയർ ചെയ്യണം. നമ്മളെ പിന്നെ പല സാമ്പത്തിക പ്രശ്നം കൊണ്ടും അങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ കൊണ്ട് കല്യാണം റെഡിയാവാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഏത് നാട്ടിലും ആയിക്കോട്ടെ, എവിടെയും ആയിക്കോട്ടെ, എത്ര പാവപ്പെട്ടവരും ആയിക്കോട്ടെ, അതൊന്നും പ്രശ്നമില്ല. ആദ്യ വിവാഹമാണെന്നുള്ളതാണ് അജീഷിൻ്റെ ഒരു ആഗ്രഹം. ആ ഒരു ആഗ്രഹം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. വേറെ യാതൊരു ഡിമാൻഡ് കാര്യങ്ങളും ഒന്നും നമ്മൾ നോക്കുന്നില്ല. തീർച്ചയായിട്ടും ഇതിൽ കൊടുക്കുന്ന ഇവരുടെ നമ്പറിലേക്ക് തന്നെ ഡയറക്റ്റ് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ബ്രോക്കർമാർ ദയവ് ചെയ്ത് ഈ നമ്പറിൽ വിളിക്കരുത്. ഡയറക്റ്റ് കല്യാണത്തിൻ്റെ ആൾക്കാർ വിളിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിളിക്കുക. ഓക്കെ.